ഹേ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 6 മണിക്ക് അടിച്ച അലാറം ഓഫ് ചെയ്ത് 6:40 ആയപ്പോഴാണ് എണീച്ചത്. അപ്പോൾ അതുപോലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ദിവസത്തെ വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത്. സ്കൂളിൽ കൊടുക്കാനുള്ള ചോക്ലേറ്റ്സൊക്കെ ഞാൻ നേരത്തെ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിലെ ആൻറ്റിക്കും അങ്കിളിനും കൊടുക്കാനുള്ളത് ഞാൻ വെളിയിലും വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കാൻ പോയി തുടങ്ങിയ പിന്നെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് വർക്കിംഗ് ഡേ ആയിട്ട് വരുന്നത്. എല്ലാ വർഷവും ഹോളിഡേ ആയിട്ടാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ആൾക്കുണ്ട്. അപ്പോൾ ആൾ വേഗം തന്നെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ബർത്ത്ഡേ കാര്യമൊക്കെ ഒരുക്കി നമ്മൾ നേരത്തെ ഇറക്കി ബസ് കയറ്റാനായിട്ട് കൊണ്ടുവിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിൽ പെട്ടെന്ന് തന്നെ എത്തി കുറച്ച് പണികളുണ്ട്. ബർത്ത്ഡേ ആയിട്ട് വലിയ പരിപാടികളൊന്നുമില്ല എങ്കിലും നമ്മുടെ ഒരു രീതിക്ക് ചെറുതായിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് വൈകിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മായും ഇക്കായും അനിയത്തിയും ഒക്കെ വരുന്നുണ്ട്. ഇക്കാടെ വീട്ടിലാണെങ്കിൽ നമ്മൾ താമസിക്കുന്നത് ഇക്കാടെ ഉമ്മയുടെ വാപ്പയുടെ കൂടെയാണ്. പിന്നെ ഇക്കാക്ക് ഒരു ചേട്ടനുണ്ട്, ഒരു താത്ത ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എല്ലാവരും ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വരും. അപ്പോഴാണ് നമ്മളൊരു കേക്ക് കട്ടിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഐസ് ഉറക്കം എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ വേഗം റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ നേഴ്സറി കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേണം നമ്മളെ പണിയൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 പേർക്ക് കിടക്കാനായിട്ട് 4 ബെഡ്ഷീറ്റ് വേണം. ഓരോരുത്തർക്കും ഓരോന്നായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അടിയാണ് ബെഡ്ഷീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ്. ചൂടായാലും തണുപ്പായാലും ഇവിടെ സാധാ ബെഡ്ഷീറ്റ് ഉപയോഗിക്കാറില്ല. മറ്റേ കമ്പിളി പുതപ്പെന്ന് പറയില്ലേ, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴുകിയിട്ട് തുണികളൊക്കെ ഉണങ്ങി വന്നപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ പറക്കി വെക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കുഞ്ഞു ചാനലാണ് ഇത്. അപ്പോൾ വൈകിട്ടത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്കുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ആൾ ചെയ്തോളും എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വൃത്തിയാക്കാനായിട്ട് നിൽക്കുന്നത്. എല്ലായിടവും ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ പറക്കി ഒതുക്കിയപ്പോൾ കിട്ടിയ സാധനങ്ങൾ അതായത് സ്ഥാനത്ത് തന്നെ ഞാൻ തിരിച്ച് വെക്കുന്നുണ്ട്. ഐനൂസിൻ്റെ സ്കൂളിലെ ബുക്കുകളും ബാക്കി സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഇതിലാണ് വെക്കുന്നത്. ബാക്കി ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ ഈ ഒരു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റിലാണ് വെക്കുന്നത്. പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങൾ അതിലാണ് വെക്കുന്നത്. അപ്പോൾ വൈകിട്ട് നമ്മൾ അവർക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ ഓൺലൈനിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തൽക്കാലം അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി ജോലി നോക്കാം. ഇനി എനിക്കൊന്ന് തൂക്കണം, പിന്നെ തുടയ്ക്കാനേ ഉണ്ട്. അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് തൂത്ത് മാറ്റുന്നുണ്ട് അവിടുത്തെ ചവറൊക്കെ. പിന്നെ അടുക്കള ഒന്ന് നോക്കിയപ്പോൾ ചിക്കനും ബീഫൊക്കെ മസാല തേച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഉള്ളി സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്തോ ചിക്കൻ്റെ സ്പെഷ്യൽ മസാല എന്നാണ് പറയണത്. അങ്ങനെ അതൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ടേ. അപ്പോൾ തുടച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കള ഒന്ന് നോക്കിയപ്പോൾ ബെറോട്ടയൊക്കെ അടിച്ച് നല്ലപോലെ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അടുക്കള ഒന്ന് എത്തി നോക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സഹായം എന്ന് പറയണത്. അപ്പോൾ ഞാനും ഇക്കായും കൂടി എല്ലാ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പാവ ഇക്ക ഉള്ളതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ജോലിയൊക്കെ വേഗം തീർന്നത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പെട്ടുപോയാനെ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പെരിപ്പിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഒരു ബലൂൺ എടുത്ത് പെരിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പാവല്ലേ. അപ്പോൾ ബലൂണും ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മകൾ വീഡിയോയിൽ കാണും. അതൊക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യണേ. അപ്പോൾ സ്കൂൾ വിട്ട് ആൾ വന്നിട്ടുണ്ട്. ഞാനും കൂടെ പോയാണ് കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് പിന്നീടാണ് കതവ് തുറന്നു കൊടുത്തത്. അപ്പോൾ കണ്ടപ്പോൾ ശരിക്കും ആൾ ഞെട്ടിയിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആൾക്ക് ഇതുപോലെ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. ഞങ്ങൾക്ക് അതായിരുന്നു കേട്ടോ വേണ്ടത്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒട്ടും കുരുത്തക്കേടില്ലാത്ത കുട്ടികളായതുകൊണ്ടാണ് അവരെങ്ങനെ ഞാൻ ചേർത്ത് പിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ആൾ കേക്കൊക്കെ കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ വരുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ പിടിച്ച് വെച്ചിരുന്ന കുട്ടികളൊക്കെ ഞാൻ വിട്ടു കൊടുത്തിട്ട് ഇനി അവരായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും